അപ്പോൾ 2025 ജനുവരിയിൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട ടോപ്പ് 25 വാഹനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത്തവണ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് നമ്മുടെ വാഗണാറാണ്. ഏകദേശം 24,078 യൂണിറ്റുകളാണ് വാഗണാർ ഈ ഒരു കഴിഞ്ഞ ജനുവരി മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 17,756 യൂണിറ്റുകളാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇക്കൊല്ലം ഏകദേശം 30% വർധനവ് വന്നിരിക്കുന്നത്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ മാരുതിയുടെ ബെലിനോയാണ്. 19,965 യൂണിറ്റിലാണ് ബെലിനോ കഴിഞ്ഞ ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിലെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 19,630 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 2% വർധനവ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെറ്റയാണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 18,522 യൂണിറ്റുകളാണ് ക്രെറ്റ സെയിൽ ചെയ്തിരിക്കുന്നത്. ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 13,212 യൂണിറ്റുകളാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇത്തവണ 40% സെയിൽസ് എല്ലാം വർദ്ധിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ മാരുതിയിൽ നിന്നുള്ള നമ്മുടെ സ്വിഫ്റ്റാണ്. 17,081 യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് സ്വിഫ്റ്റ് സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 15,370 യൂണിറ്റുകളാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 11% വർധനവ് വന്നിരിക്കുന്നത് ഇക്കൊല്ലം. അഞ്ചാം സ്ഥാനത്തുള്ളത് നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ്. 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നതും ടാറ്റയുടെ പഞ്ചാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ 16,231 യൂണിറ്റുകളാണ് ടാറ്റ പഞ്ച് സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ കഴിഞ്ഞ കൊല്ലം ജനുവരി 2024 കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ 17,978 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇക്കൊല്ലം ജനുവരിയിലോട്ട് വന്നപ്പോൾ 10% ഇടിവ് വന്നിരിക്കുന്നത്. ഇനി ആറാമത് വന്നിരിക്കുന്നത് നമ്മുടെ സുസുക്കിയുടെ ഗ്രാൻഡ് വിക്ടോറിയാണ്. ഈ കഴിഞ്ഞൊരു മാസം കൊണ്ട് 15,784 യൂണിറ്റുകളാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഗ്രാൻഡ് വിക്ടോറിയ സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കൊല്ലം 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 13,438 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 17% ഇതിൻ്റെ വർധനവ് വന്നിരിക്കുന്നത് ഇക്കൊല്ലം. ഇനി നമുക്ക് ഏഴാം സ്ഥാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും പ്രിയ SUV ആയ സ്കോർപിയോയാണ്. 15,442 യൂണിറ്റിലാണ് സ്കോർപിയോ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത്. 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 14,293 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇക്കൊല്ലം 8% വിൽപ്പനയെല്ലാം വർദ്ധിച്ചിരിക്കുന്നത്. ഇനി എട്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. 15,397 യൂണിറ്റിലാണ് നെക്സോൺ കഴിഞ്ഞൊരു മാസം കൊണ്ട് സെയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് 2024 ജനുവരിയിലെ കണക്കും കൂടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ 17,183 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ നെക്സോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 10% വിൽപ്പന താഴത്തേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 17,000-ലേറെ യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ജനുവരി മാസത്തിൽ. ഇക്കൊല്ലത്തിലോട്ട് വന്നപ്പോൾ 15,000-ലോട്ടാണ് മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് 9ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസയർ ആണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ മാസം ഡിസയർ 15,383 യൂണിറ്റിലാണ് ഡിസയർ സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 16,773 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ഡിസയർ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8% ഇടിവ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 10ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഫ്രോൺസ് ആണ്. ഫ്രോൺസ് ഏകദേശം 15,192 യൂണിറ്റിലാണ് ഫ്രോൺസ് സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 13,643 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 10% വിൽപ്പന എല്ലാം കൂടിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രസയാണ് വന്നിരിക്കുന്നത്. ബ്രസ ഏകദേശം 14,747 യൂണിറ്റിലാണ് ബ്രസ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത്. നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 15,303 വാഹനങ്ങളാണ് കഴിഞ്ഞ കൊല്ലം വിറ്റത്. ഇക്കൊല്ലം 4% ഇടിവ് വന്നിരിക്കുന്നത്. തൊട്ട് പുറകെ നമ്മുടെ എർട്ടിഗയാണ്. എർട്ടിഗ ഏകദേശം 14,248 യൂണിറ്റുകളാണ് എർട്ടിഗ സെയിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും 3% ഇടിവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഏകദേശം 14,632 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി 13ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഓൾട്ടോയാണ്. 11,352 യൂണിറ്റിലാണ് ഓൾട്ടോ ഈ ഒരു കഴിഞ്ഞൊരു മാസം കൊണ്ട് സെയിൽ ചെയ്തിരിക്കുന്നത്.
നമുക്ക് കഴിഞ്ഞ കൊല്ലം ജനുവരിയിലെ കണക്കും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ജനുവരി 2024 ഓൾട്ടോ 12,395 യൂണിറ്റിലാണ് ഓൾട്ടോ സെയിൽ ചെയ്തിരിക്കുന്നത്. 8% ഇടിവ് വന്നിരിക്കുന്നത്. 14ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഇക്കോയാണ്. ഇക്കോ ഏകദേശം 11,250 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 12,019 യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി 2024 സെയിൽ ചെയ്തിരിക്കുന്നത്. 6% ഇടിവ് ഇതിനും വന്നിരിക്കുന്നത്. ഇനി 15ാമത് വന്നിരിക്കുന്നത് നമ്മുടെ വെനു ആണ്. ഏകദേശം 11,106 യൂണിറ്റിലാണ് വെനു സെയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കൊല്ലം 2024 കണക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വെനുവിൻ്റെ സെയിൽസും താഴത്തോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 2024 ജനുവരിയിൽ 11,831 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ ഇന്നോവയാണ് വന്നിരിക്കുന്നത്. 9,780 യൂണിറ്റിലാണ് ഇന്നോവ സെയിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 9,400 യൂണിറ്റിലാണ് ഇന്നോവ സെയിൽ ചെയ്തിരിക്കുന്നത്. 4% വിൽപ്പനയെല്ലാം ഉയർന്നിരിക്കുന്നത്. ഇനി 17ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ബൊലേറോയാണ്. ബൊലേറോ ഏകദേശം 8,682 യൂണിറ്റിലാണ് ബൊലേറോ സെയിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 9,964 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 13% വിൽപ്പന ഇടിവ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ XUV 3XO ആണ് വന്നിരിക്കുന്നത്. 8,454 യൂണിറ്റിലാണ് XUV 3XO സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 4,817 യൂണിറ്റിലാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇക്കൊല്ലം ഏകദേശം 76% വിൽപ്പനയെല്ലാം കൂടിയിരിക്കുന്നത്. തൊട്ടുപുറകെ നമ്മുടെ XUVയുടെ 700 ആണ്. ഏകദേശം 8,399 യൂണിറ്റിലാണ് XUVയുടെ 700 സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 7,206 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 17% വിൽപ്പനയെല്ലാം കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ താറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും താർ ഏകദേശം 7,557 യൂണിറ്റുകളാണ് താറ് സെയിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞൊരു മാസം കൊണ്ട്. പക്ഷേ 2024 കണക്ക് നോക്കുകയാണെങ്കിൽ 24 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 6,059 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 25% താറിൻ്റെ വിൽപ്പനയിലും ഉയർവ് വന്നിരിക്കുന്നത്. ഇനി 21ാമത് വന്നിരിക്കുന്നത് നമ്മുടെ കിയയുടെ സോണറ്റാണ്. ഏകദേശം 7,194 യൂണിറ്റിലാണ് കിയ സോണറ്റ് വിറ്റിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ജനുവരി 2024 കണക്ക് നോക്കുകയാണെങ്കിൽ 11,530 യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 38% ഇക്കൊല്ലം കിയയുടെ കാര്യത്തിൽ ഇടിവ് വന്നിരിക്കുന്നത്. തൊട്ടുപുറകെ 22ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ടിയാഗോയാണ്. 6,807 യൂണിറ്റിലാണ് ടിയാഗോ സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 കണക്ക് നോക്കുകയാണെങ്കിൽ 6,482 യൂണിറ്റിലാണ് ടിയാഗോ സെയിൽ ചെയ്തിരിക്കുന്നത്. 5% വിൽപ്പന കൂടിയിരിക്കുന്നത്. 23ാമത് വന്നിരിക്കുന്നത് നമ്മുടെ സെൽട്ടോസ് ആണ്. 6,470 യൂണിറ്റിലാണ് സെൽട്ടോസ് സെയിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഏകദേശം 6,291 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 1% മാത്രമാണ് സെൽട്ടോസിൻ്റെ കാര്യത്തിൽ ഇക്കൊല്ലത്തെ ജനുവരിയിൽ വിൽപ്പന കയറിയിരിക്കുന്നത്. 24ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഹ്യുണ്ടയുടെ എക്സ്റ്റർ ആണ്. ഏകദേശം 6,068 യൂണിറ്റിലാണ് എക്സ്റ്റർ സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ജനുവരി 2024 ഏകദേശം 8,229 യൂണിറ്റിലാണ് എക്സ്റ്റർ സെയിൽ ചെയ്തിരിക്കുന്നത്. 26% വിൽപ്പന താഴത്തേക്ക് വന്നിരിക്കുന്നത് എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ. ഇനി ഈ ലിസ്റ്റിലെ 25ാമത് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ കിയയുടെ സിറോസ് ആണ്. ഏകദേശം 5,546 യൂണിറ്റിലാണ് ബുക്കിംഗ് കവിഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഒരു മാസമായിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇത്രയധികം വിൽപ്പനയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗെയിം ചാലഞ്ചർ ഇതായിരിക്കുമല്ലേ. അപ്പോൾ ഇത്തവണയും നമ്മുടെ ലിസ്റ്റിൽ 25ൽ 11 കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സുസുക്കി തന്നെയാണ്. ഇത്തവണത്തെ സെയിൽസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് വിൽപ്പനയെല്ലാം വന്നിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് 2025 മിക്കവാറും കിയയുടെ സിറോസ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഉഗ്രൻ ഗെയിം ചാലഞ്ചറായിട്ടുള്ള വാഹനമാണ് വരാൻ പോകുന്നത്.